53-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പിണറാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവമക്കളെ നോക്കണം, എന്താ ഞാൻ ഈ ദൈവത്തെ സ്നേഹിക്കുന്ന വെച്ചാൽ എനിക്ക് രോഗസൗഖ്യം തന്ന ഒരു ദൈവം, അവന്റെ അടിപ്പിണറുകളാൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ എന്തെയാണ് വഹിച്ച ദൈവം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭൂമുഖത്ത് കാണുകയില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി തന്റെ രോഗം തന്റെ ശരീരത്തിന്മേൽ വഹിച്ചു. അത് മാത്രമല്ല, അവൻ വേദനകളെ, എനിക്ക് അന്നതുവരെ ഉണ്ടായിരുന്ന വേദനകളെ അവൻ ചുമന്നു. മാത്രവുമല്ല, അവന്റെ അടിപ്പിണറുകളായി നമുക്ക്, അവിടെ ഏകവചനമല്ല ബഹുവചനം, നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ദൈവം സൗഖ്യം തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം അത് ദൈവം നമുക്ക് നൽകി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ച് നമ്മൾ ബലപ്പെടേണ്ടതുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പൊ എന്താ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, വചനം നമ്മൾ കേൾക്കുന്നത്, വചനത്തിൽ നമ്മൾ ആശ്രയിക്കുന്നതെന്ന് ചോദിച്ചാൽ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ നമ്മൾ പറയുന്ന പോലെ വെറുതെ പറഞ്ഞ് കളയുന്നവനല്ല, അത് അനുഭവിച്ചവളാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകൾ ഒരേ രോഗക്കിടക്കയിൽ ഹല്ലേലൂയ സ്തോത്രം എഴുന്നേൽക്കാൻ കഴിയാതെ വേണം, മരുന്നുകൾക്ക് എന്നെ വിടുവിക്കാൻ കഴിയാതെ വേണം. ഞാൻ ഹല്ലേലൂയ രോഗത്തിന്റെ അവസ്ഥയിൽ അമർന്നു പോയപ്പോൾ എന്റെ ദൈവം എന്നെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. കർത്താവ് മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തി, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ആ രോഗക്കിടക്കയിൽ കിടന്ന് ഇങ്ങനെ ചിന്തിച്ച് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്തത്വം അനേക കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം മറുപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ ആകുന്നെങ്കിൽ ഞാൻ അവശതയായി തകർന്ന് നശിച്ചു പോകേണ്ട സ്ഥാനത്ത് എന്റെ ദൈവനെ എഴുന്നേൽപ്പിച്ചെന്ന് പറയുന്ന ഒരു സാക്ഷ്യത്തിനായിട്ട് നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇവിടെയായി. അവിടെ അങ്ങനെ ഞാൻ നിന്നെ സത്യമാക്കുന്ന യഹോവയാകുന്നു. അത് വായിച്ചിട്ടുള്ളത് കൊണ്ട് ആ വചനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. അത് രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനം 107-ന്റെ 20-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ തന്റെ വചനം വെച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴിയിൽ നിന്ന് അവരെ വിടിവിച്ചു. അപ്പൊ ദൈവമക്കൾ ഓർക്കണം, നമ്മളെ കുഴിയിലിടുന്നത് രോഗത്താൽ നമ്മളെ തകർക്കുന്ന ശക്തികളാകുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തിന്റെ വചനം, അതിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടി, വചനം ദൈവമാണ്. ദൈവം ഒരിക്കലും പോസ്റ്റ് സംസാരിക്കത്തില്ല. ദൈവം സത്യവാനാണ്. സത്യം തന്നെ സംസാരിക്കുമെങ്കിൽ ഞാൻ സത്യത്തിന്റെ പക്ഷത്തിൽ നിന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ നീ ഇങ്ങനെ ഒരു വാക്തത്വം എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ആ വാക്തത്വം നീ എനിക്ക് തരണമേ, എനിക്ക് അനുഭവിക്കാൻ. നിന്റെ നാമത്തിൽ ആ അത്ഭുതങ്ങളെ ഞാൻ കാണേണ്ടത്, നിന്റെ ഹൃദയ കണ്ണുകളെ തുറക്കണമെന്ന് നീ ഞാൻ പ്രാർത്ഥിക്കാൻ. നിശ്ചയമായിട്ട് ആരെയും നോക്കേണ്ട കാര്യമില്ല. വചനം നോക്കി വചനത്തിൽ ഏറ്റെടുത്ത ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് അതിനെ വിത്തായി വിതച്ച് മുളപ്പിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് ഫലം കഴിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനം 103-ന്റെ 3-ാം വാക്യം. അവൻ നിന്റെ അകൃത്യങ്ങളെയൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവിടെ ദൈവങ്ങളെ പ്രത്യേകം പഠിക്കണം. എന്താണ് രോഗത്തിന് കാരണം? ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ നിന്റെ അകൃത്യമാണ്. അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. എന്റെ ദൈവം എന്റെ അകൃത്യം മോചിച്ചപ്പോൾ എനിക്ക് സകല രോഗങ്ങൾക്കും സൗഖ്യം തന്നു. ഹല്ലേലൂയ സ്തോത്രം. വിടുതൽ പ്രാപിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കണം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവം ചെയ്യുന്നതിനെ നീക്കും നിലനിൽക്കുകയെ. 33-ാം അധ്യായത്തിന്റെ 6-ാം വയസ്സിൽ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കി, സമാധാനത്തിലും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-17 ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവവചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷയിലേക്ക് ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം.